ഗേൾസ്, വെൽക്കം ബാക്ക് ടു സൈലം. നിങ്ങളുടെ സ്വന്തം എയിമാണ് ഐഷ മിസ് ആണ്. അപ്പോൾ മക്കളെ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നമ്മളെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതാ മിസ് വീണ്ടും നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനും നമുക്ക് 4 ചാപ്റ്റേഴ്സ് ടോട്ടൽ പഠിക്കാനുണ്ട്. ഇതിൽ നിന്ന് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക് ഉണ്ടാവില്ലോ. ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് മിസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് കൂടെ ചെയ്തിട്ടോ. ആൻഡ് മാക്സിമം നിങ്ങളുടെ ക്ലാസ് 5 ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിസ്സിന് ഒരു ഇൻസ്പിറേഷനാണ്, ഒരു പ്രചോദനമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കൂടുതൽ അവരെ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുന്ന രീതിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും ചെയ്യേണ്ടതുണ്ടെന്നുള്ളത് എനിക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ. അപ്പോൾ ചെയ്യാത്തവരെന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ യെസ് എന്നുകൂടെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അറിയണ്ടേ? എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ കുട്ടിക്കഥ തന്നെയാണ് അല്ലേ. പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇത് മാത്രമേ വരുന്നല്ല കേട്ടോ. ഇതിനർത്ഥം ഇതിന് കൂടുതൽ അപ്ഡേറ്റ്സ് ഇനിയും വരുന്ന ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. കാരണം ഇതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ്, മറ്റുള്ള ഡീറ്റെയിൽസ് ഇതിൽ ഇനി എക്സ്ട്രാ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യും, വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നഗര ഗ്രാമ പ്രദേശങ്ങളുടെ റൂറൽ അർബൻ ഏരിയാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ നിങ്ങളവിടെ പഠിച്ചിരിക്കേണ്ടതുണ്ട്. കാരണം അതിൽ നമുക്കറിയാം നഗരം എങ്ങനെയാണ്, ഗ്രാമം എന്നാണ്, രണ്ടിൻ്റെ വ്യത്യാസം നല്ല രീതിയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ കുറച്ച് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, സ്വയം പരിചയപ്പെടുത്തൽ. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് നല്ലൊരു രീതിയിൽ, പെട്ടെന്ന് ടീച്ചർ വന്നിട്ട് നിങ്ങളെ കുറിച്ച് പറയും, എൻ്റെ വീട് ഇവിടെ, എൻ്റെ വീട്ടിൽ ഇത്ര പേരുണ്ട്, എൻ്റെ പേര് ഇത്, അതിൽ മാത്രം ചുരുങ്ങാതെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചോ. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ചോദ്യാവലി, നമ്മളെ പീലിയുടെ അച്ഛനെ ചോദ്യം ചെയ്യുന്ന, ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യാവലി കൂടി മക്കൾ എന്ത് ചെയ്യണം, അവിടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്യരുത്, ബാക്കിയൂടെ നോക്കണം. പക്ഷേ ഇത് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യരും എന്നുള്ള ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഫയർ ആൻഡ് ഫുഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ. ഭക്ഷണവും മനുഷ്യരും, അതൊന്ന് നിങ്ങൾ പഠിക്കുക. പിന്നെ ഗ്രെയിനറി, ധാന്യപ്പുര, അത് നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാർട്ടർ സമ്പ്രദായം ഉണ്ടല്ലോ, പണ്ടേ തുടങ്ങിയ പൈസയൊക്കെ വരുന്നതിന് മുമ്പേ, ആ ഒരു ടോപ്പിക് കൂടെ ഒരു കഥ പോലെ മനസ്സിലാക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മിശ്രഭോജനം, ആ ടോപ്പിക്ക് നിങ്ങൾ നോക്കണം. ആൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം, ഇതൊക്കെ MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതെന്തായാലും പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. സെറ്റാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം. ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ വൈവിധ്യങ്ങളിൽ മക്കളെ എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ എന്താണ്, അതിന് ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാലോ. പിന്നെ നമ്മൾ വേതനവും ശമ്പളവും, വേതനം അല്ലെങ്കിൽ കൂലി എന്ന് നമുക്ക് പറയാം, കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കി വെക്കുക. ഇൻകം സോഴ്സസ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് എക്സാമിന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റും ഈ 3 ടോപ്പിക്സ് ഇത് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്, കാർഷികേതര തൊഴിലുകൾ ഉണ്ടല്ലോ, അതിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് സ്പെഷ്യലായിട്ട് ചോദിക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ആണ്, അതുകൂടെ നോക്കി വെക്കുക. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് വെച്ച് ചെയ്തുകൊണ്ട് മിസ് ഒരു വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അതൊന്നുകൂടെ നോക്കുക കേട്ടോ. ആൻഡ് ലാസ്റ്റ്ലി സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കുറച്ച് പദ്ധതികൾ, സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് പദ്ധതികൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി എന്ത് ചെയ്യണം, ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റിൽ നിങ്ങൾ പഠിക്കണം. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്ററോ ക്ലോത്തിങ് ത്രൂ ഏജസ്, വസ്ത്രത്തിൻ്റെ നാഴ്വഴികളാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കിയേ. ക്ലോത്തിങ് ഇൻ ഇൻഡസ് വാലി, സിന്ധു നദീതട വസ്ത്രം നോക്കണം. സ്പിന്നിങ്, ഹാൻഡ്ലൂം, കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ, നമ്മുടെ നൂല്, നെല്ല്, പരുത്തി, ചണം, നീലത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ ടോപ്പിക് ഏരിയ നിങ്ങൾ നോക്കണം. സ്പിന്നിങ് ജെന്നിയും പിന്നെ യന്ത്രത്തരി നാരുകൾ, പവേലൂമിനെ കുറിച്ചിട്ടും നോക്കണം. പിന്നെ ഫൈബേഴ്സ് 2 തരമുണ്ട്,
അതെന്താണെന്ന് നോക്കുക. ആൻഡ് ട്രാവൻകൂർ ആൻഡ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ അല്ലേ, അതിൻ്റെ സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് ഖാദി മൂവ്മെൻറ്റിനെ കുറിച്ചുകൂടെ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യണം, നിങ്ങൾ കവർ ചെയ്യണം കേട്ടോ, നമ്മളെ ക്ലോത്തിങ് ത്രൂ ഏജസിൽ നിന്ന്. അപ്പോൾ ഇത്രയുമാണ് ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് മക്കൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നും ടെൻഷൻ ആവേണ്ട, നിങ്ങൾ ഇത്രയും കാണുമ്പോൾ ഒരു ഭയമുണ്ടെങ്കിൽ ആ ഭയമൊന്നും വേണ്ട. കാരണം നമ്മൾ സൈലത്തിൻ്റെ ബാച്ച് അടിപൊളിയായിട്ട് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി തോന്നാണ് മിസ്സേ എനിക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് എനിക്ക് തലയിൽ നിൽക്കുന്നില്ല, അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴോ തുടങ്ങി. ടീച്ചേഴ്സ് ഇപ്പം തന്നെ മാരത്തോൺ ഓട്ടത്തിലാണ്. ഓക്കെ, അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് മക്കളെ. അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ് മിസ് പറയുന്നതെന്ന് വെച്ചാൽ മിസ് കുറച്ച് ലാഭം കൂടെ നോക്കുന്ന ആളാണ്. ഇപ്പം സൈലത്തിൻ്റെ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ 10% ഓക്കെ, ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് 1 വർഷത്തേക്ക് നമ്മുടെ ബാച്ച് അവൈലബിൾ ആവും. അതിൽ റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്, ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, മോഡൽ എക്സാംസ് തുടങ്ങിയ ഫ്രീ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റേ സിമ്പിൾ നോട്ട്സ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് വലിച്ച് എഴുതാത്ത അങ്ങനെയുള്ള നോട്ട്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം ഈ ഒരു ബാച്ച് ഇപ്പോഴാണെങ്കിലോ നമുക്ക് ലാഭമാണ്. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ചെറിയൊരു എമൗണ്ടിലാണ് നമുക്ക് ഇപ്പം നമ്മൾ ക്ലാസ് 5 മൺസൂൺ ഓഫറിൻ്റെ ഭാഗമായിട്ട് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ ഓഫർ ഉടൻ തന്നെ അവസാനിക്കും എന്നാണ് ഞാൻ സീക്രട്ടായിട്ട് കേട്ടൊരു ന്യൂസ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ ആൾക്കാർ ലിമിറ്റിലധികം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാച്ച് ക്ലോസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് സൈലം മുമ്പോട്ട് പോകുന്നത്. അപ്പം മക്കളെ, ബാച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇനിയും നിങ്ങൾ പ്രയാസപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തു. ഈ മാറിയ സിലബസും മാറിയ ക്വസ്റ്റ്യൻ പാറ്റേണും അതൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിൽ നമ്മൾ ബാച്ചിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം പെട്ടെന്ന് 9995400800 എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, സോ നത്തിങ് ടു വെറി, നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ട്രിക്കിലൂടെയും കോഡിലൂടെയും പാട്ടൊക്കെ പാടി രസമാക്കി തന്നെ സിമ്പിളാക്കി നിങ്ങൾക്ക് കോൺസെപ്റ്റ് പഠിപ്പിച്ച് തരുന്നതാണ്. ഓക്കെ, സോ ഈ ടോപ്പിക്സ് നിങ്ങൾ മറക്കാതെ പഠിക്കുക. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഐഷ മിസ് എന്ന് കമൻറ്റ് ചെയ്ത് മിസ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇടുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കാരണം മിസ്സിന് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ നമ്മുടെ ചാനലും ഫോക്കസ് ചെയ്തു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ എവ്രി വൺ ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പറായിട്ട് ഇരിക്കുക, സൂപ്പറായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, സീ യു, ബൈ ബൈ.